സാധിക്കുമോ എന്നതടക്കമുള്ള ചില ചോദ്യങ്ങൾ ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്നും ചോദിച്ചു. അവരോടും പറഞ്ഞതും ഈ നാട്ടിലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതും പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും സൂചിപ്പിക്കാനായിട്ടുള്ളത്, പൊളിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയും ഇവിടെ ഇല്ല എന്നുള്ളത്. ഞാനിവിടെ കൊടുങ്ങല്ലൂർ അമ്മ സാക്ഷി, ഈ മണ്ണിലെ ജനങ്ങൾ എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് എൻ്റെ വാക്കാണ്. ഈ നാട് കഴിഞ്ഞ 10 വർഷക്കാലമായി വികസനമില്ലാതെ കേഴുകയാണ്. ഈ കൊടുങ്ങല്ലൂരിലെ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് കുടിവെള്ളമാണ്. ആ കുടിവെള്ളം പോലും എത്തിച്ചു കൊടുക്കാൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ അവകാശങ്ങളിലൊന്നാണ് ജീവിക്കാനുള്ള അവകാശം. വെള്ളവും വായുവും എല്ലാം തന്നെ അതിന്റെ ഭാഗമാണ്. ആ കുടിവെള്ളം പോലും എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA എങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആ കോട്ടകളിലൊക്കെ തന്നെ പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. കൊടുങ്ങല്ലൂർ ഒരു മതേതര പാരമ്പര്യമുള്ള മണ്ണാണ്. ഈ മണ്ണ് ഒരുപാട് ചരിത്ര സന്ധികൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മണ്ണാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ശ്രീ കുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പടിക്കൽ നിന്നാണ്. ഈ ഭഗവതിയുടെ സാന്നിധ്യം ഈ മണ്ണിനെ പരിപാവനമാക്കിയ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ തോമസ് ശ്ലീഹ കടന്നു വന്ന കോട്ടപ്പുറവും ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ ഭാഗമായ പള്ളിയും എല്ലാം തന്നെ ചേരമാനും നിലകൊള്ളുന്നത് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലാണ്. ആ മതേതര പാരമ്പര്യമുള്ള, മതേതരത്വത്തിന് കേൾവി കേട്ട, ഏറ്റവും പവിത്രമായ പാരമ്പര്യങ്ങൾ കൊണ്ട്, സംസ്കാരങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടെ മെയ് മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം കടന്നു വരും. ആ ഭരണ സംവിധാനത്തോട് കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി, ആ ഭരണ സംവിധാനത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സംവിധാനം ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം ഞാൻ എന്റെ സഹപ്രവർത്തകർക്ക്, എന്റെ നാട്ടിലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക്, അവർക്കെല്ലാവർക്കും ഉറപ്പ് നൽകുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചാൽ, നിങ്ങളുടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചാൽ ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ MLA എവിടെയൊക്കെ വാ തുറന്ന് സംസാരിക്കണമോ അവിടെ ഞാൻ സംസാരിച്ചിരിക്കും. നിങ്ങളുടെ MLA എവിടെയൊക്കെ കടന്നു ചെല്ലണമോ അവിടെയൊക്കെ കടന്നു ചെന്നിരിക്കും. അവിടെ ആര് വാതിലടച്ച് പൂട്ടിയിട്ടാലും അത് ചവിട്ടി പൊളിച്ചായാലും ഈ നാടിന്റെ അവകാശത്തിന് വേണ്ടി, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാൽ കഴിയാവുന്നതിന്റെ ഏറ്റവും പരമാവധി എന്റെ ജീവശ്വാസം പോലും പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനൊരു സിറ്റിംഗ് MLA, ഒരു സ്വീപ്പിംഗ് MLA ആയി ഈ മണ്ണിലുണ്ടാകില്ല. ഉണർന്ന് പ്രവർത്തിക്കും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉണർന്നിരിക്കും. ജനാധിപത്യത്തിന്റെ കാവൽ നായെ പോലെ ഈ നാടിന് കാവൽ നിൽക്കും. ഈ നാടിന്റെ അപകടം വരുത്തുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിലും ഒരു കാവൽ നായെ പോലെ തന്നെ അവിടെ ചാടി വീണ് നിങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിരിക്കുമെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ വികസനമില്ലായ്മയുടെ കഴിഞ്ഞ 10 വർഷക്കാലമാണ്. ആ വികസനമില്ലായ്മയുടെ 10 വർഷക്കാലത്തിന് ഇവിടെ അറുതി വരുത്തുകയാണ്. ആ വികസനമില്ലായ്മയ്ക്ക് ഒരു പര്യവസാനം കുറിക്കപ്പെടുകയാണ്. നോക്കൂ, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി 10 വർഷക്കാലമായി പൂട്ടിക്കിടക്കുകയാണ്. ശ്രീ TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ പണി പൂർത്തീകരിച്ചതാണ്. ലീഡറുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ലീഡറുടെ സ്വപ്നമായി ഈ നാടിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതവിടെ പൂട്ടിക്കിടക്കുന്നു, കാട് പിടിച്ചു കിടക്കുന്നു, കുറുക്കൻ പറ്റുപെരുകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടാണ്. കൊയ്യയിലെ ചക്ക ഫാക്ടറി, നമുക്ക് മാളയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ലീഡർ, അതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോഴും കൊടുങ്ങല്ലൂരുകാരെ സംബന്ധിച്ച് ശ്രീ VK രാജനും എന്നുള്ളത് ഒരു കോൺഗ്രസുകാരനായാൽ നിന്ന് പോലും ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ആ VK രാജനും ഈ നാടിന്റെ ജനാധിപത്യ മണ്ണിൽ ഏറെ സ്ഥാനമുള്ള നേതാക്കന്മാരാണ്. അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതിയാണ് കൊടുങ്ങല്ലൂർ കൊയ്യയിലെ ചക്ക ഫാക്ടറി. ആ ചക്ക ഫാക്ടറി പോലും പൂർത്തീകരിക്കാൻ, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടുത്തെ
തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് വരുത്താൻ നമ്മുടെ നിലവിലെ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടല്ല എങ്കിൽ കഴിഞ്ഞ കാല പാരമ്പര്യങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കുക എന്നുള്ളതല്ലാതെ ആ പാരമ്പര്യങ്ങൾ നിലനിർത്താൻ നമ്മുടെ ജനപ്രതിനിധികൾ പരാജയമായിരുന്നു എന്നുള്ള വസ്തുത പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവിടെ റോഡ് ടാർ ചെയ്യുന്നത്. അതിനു മുമ്പ് ദിവസങ്ങളോളം പഴയ മലയാള സിനിമയിലെ സലീംകുമാറിന്റെ കഥാപാത്രം കൊച്ചി എത്തുമ്പോൾ പറയുന്നുണ്ട്, മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊച്ചി എത്തിയെന്ന്